എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നോടാൻ പോകുന്നത് സോളാർ 2 എന്നാലും ഇവിടെ എപ്പിസോഡ് 38 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ മെൻഡികൾ അവിടെ അകത്തേക്ക് കയറി പോവുകയാണ് ജിങ്. എന്നാൽ അവിടെ ഒരു ഈവിൾ പോലെയുള്ള ആരോ നിൽക്കുന്നത് കാണും. ജിങ്ങിനോട് ആ ഈവിൾ സോൾ മാസ്റ്റർ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ശ്രക്കിനെ ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അവിടെയുള്ള എൽഡേഴ്സോ ഡ്രാഗൺ കൂടി ഡൊളുവാനെയും മെൻഷൻ ചെയ്യുന്നില്ല. അതിന് ജിങ് എനിക്കറിയാം, ശ്രക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണ്. റഷ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഡെഡാകും. എന്നാൽ അവിടെയുള്ള ഒന്നിനെ സ്വതന്ത്രമാക്കിയാലോ? എന്തിനാണെന്ന് പറയുന്നില്ല, എന്നാൽ ഊഹിക്കാം അത് ഷൗമേനിയാണെന്ന്. അവളുടെ മുൻപിലായിട്ട് അവർ വന്ന് നിൽക്കുന്നു. അവരോട് മോയൻ എന്തുകൊണ്ടാണ് ജിങ്ങിനെ വിളിച്ചതെന്നറിയാമോ? അവർ അതിന് ഇനി അഥവാ ഒരു വാറുണ്ടായാലും നമ്മുടെ കയ്യിൽ വളരെ പവർഫുള്ളായ ഒരാളുണ്ട് എന്നൊരു പേടി അവരുടെ ഉള്ളിൽ വരുത്താനും, അതുമല്ല എക്സ്ചേഞ്ചിലൂടെ വാല്യൂ ആയവരെയാണ് കൊടുക്കുന്നത്. അതും കൂടിയെന്ന് പറയുമ്പോൾ ശരിയാണ്. എന്നാൽ ഇതുകൊണ്ട് വാറില്ലാതാകുന്നില്ല. എനിക്ക് അധികം നാൾ കഴിയില്ല. നിങ്ങൾ എന്തുകൊണ്ടും പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആകണം. യുഹാവോ ശൗശോ അവർക്ക് സോൾ റിംഗ് ആവശ്യമാണ്. അവരോട് പോയി നല്ല സോൾ റിംഗ് അത് എടുക്കാനായിട്ട് പറയുന്നു. ഞാനും വരുന്നു എന്ന് വാങ്ങുന്നു. അതിനുശേഷം രാത്രി 3 പേരും കൂടി സ്റ്റാർ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ ഒരുപാട് ബീസ്റ്റുകളുണ്ട്, എന്നാൽ ഒന്നുപോലും അവരെ അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം ചോദിക്കുമ്പോൾ അവരുടെ സ്ട്രോങ് ആയ അവർ അത് 3000 വർഷത്തിന് താഴെയുള്ള സോൾ ബീസ്റ്റുകളെ പേടിച്ച് മാറും. വെറുതെ കൊല്ലേണ്ട ആവശ്യമില്ല. അങ്ങനെ നിലയ്ക്കാണ് അവർക്ക് സ്ട്രോങ് ആയ ഒരു അവർ അത് ഫീൽ ചെയ്യുന്നത്. ഇത് 3000 വർഷമല്ല, അതിനേക്കാൾ കൂടിയ പ്രായത്തിലുള്ള ഏതൊരു ബീസ്റ്റാണ് എന്നത് അവർക്ക് മനസ്സിലായി. യുഗാവ സ്പിരിറ്റായി വെച്ച് നോക്കുമ്പോൾ ഒരു ഡേഞ്ചറായ ഒരു ബീസ്റ്റ്, അതൊരു കരടിയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ബീസ്റ്റുകൾ ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായില്ല. പറഞ്ഞൊന്നൊരു സ്ട്രോങ് ആയതാണ് എന്നത് കൂട്ടാം. അവരുടെ സ്മെല്ല് വെച്ച് വരില്ലേ എന്ന് പറയുമ്പോഴാണ് ഒരറ്റാക്ക് വരുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി ചാടിക്കളഞ്ഞു. അവരുടെ അടുത്തായിട്ട് ആ വൈസ്റ്റ് അത് വന്ന് നിൽക്കുന്നു. അതിന്റെ പേരാണ് ഡാർക്ക് ഗോൾഡൻ ബിയർ. അതിനറിയപ്പെടുന്നത് ഡിസ്ട്രോയർ ഓഫ് ദി എർത്ത് എന്നാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ബീസ്റ്റ് കൂടിയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തേ പോയി പെട്ടെന്നായതുകൊണ്ട് എങ്കിൽ ആ ബീസ്റ്റിനെ എതിർക്കാനായിട്ട് അവർ ഒരുങ്ങി തിരികെ അടിക്കുന്നു. യുഹാവ ഗോസ്റ്റ്ലി ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് മാറി അവൻ്റെ ആ കത്തി അതുപയോഗിച്ച് ചെസ്റ്റിലെ മുറിവുണ്ടാക്കി. എന്നാൽ അതിനൊന്നും പറ്റാത്തതുപോലെ വാങ്ഡോങ്ങളുടെ ഷാർപ്പായ വിങ്സ് അതുപയോഗിച്ച് അടിക്കുന്ന സമയത്ത് ശൗശോ കൂടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നിൽക്കുകയാണ് യുഹാവ ബിഗ് വിങ്ങിൻ്റെ ഒരു സ്കില്ല്, ഡൊമൈൻ സ്കില്ല് അത് യൂസ് ചെയ്യുന്നത്. അതിലവിടെ മുഴുവൻ ഫ്രീസായി. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ സോൾ ബോണ് ആ സ്കില്ല് കൂടി യൂസ് ചെയ്യുന്നു. അത് മുൻപ് ഫ്രീസ് ആയതിനേക്കാൾ പവർഫുൾ ആകണം. ആ ഐസ് അതെല്ലാം അതിനുള്ളിൽ കുത്തി കയറുന്ന രീതിയിലാണ് ആ കരടിയെ കുത്തിയിറങ്ങി. അവർ ഒതുങ്ങി എന്ന് വിചാരിക്കുമ്പോഴാണ് അത് പിന്നൊഴിഞ്ഞിട്ട് കൊല്ല വിളിക്കുന്നത്. അവരൊന്ന് ടെൻഷനായി. അപ്പോഴേക്ക് ഷൂ അങ്ങോട്ട് വന്ന് റെഡ് ത്രെഡ്സ് അതുപോലെയുള്ളത് വെച്ച് വീഴ്ത്തി. അവരോട് യുഹോവനോട് പറയുന്നു, ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത സ്കില്ലുകൾ ഉപയോഗിക്കാൻ എന്ത് ധൈര്യമുണ്ട്. അവരെ സീക്രട്ടായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ലീഡറിനെ ഒന്നും ചെയ്യില്ലേ? ഷൂയപ്പോൾ എങ്കിലും കൊള്ളാം. ഒരു 10,000 വർഷം പ്രായമുള്ള ഡാർക്ക് ഗോൾഡൻ ബിയറിനെ അറ്റാക്ക് ചെയ്തല്ലോ. ഇതൊരു അറ്റാക്ക് ഡിഫൻസ് കൂടി ചേർന്നതാണ്. ശൗശോനാകും ഇത് സ്യൂട്ടബിൾ ആവുക. ഇതിന്റെ കൈ ആ അറ്റാക്ക് എന്തിനാ അതിനെന്ത് പറയും. അതിൽ നിന്നും ഒരു സോൾ ബോൺ കിട്ടും. ആ അറ്റാക്കും പവർ അത് ഉപയോഗിക്കാൻ അതിനായിട്ട് കഴിയും. ശൗശോപ്പോൾ എനിക്കത് വേണ്ട, ഞാൻ വീക്കാണ്, എല്ലാം കൂടി കഴിയില്ല. യുഹാവനോട് എടുക്കാനായിട്ട് പറയുന്നു. സോൾ ബോൺ വരും എന്ന് പ്രെഡിക്റ്റ് അതെങ്ങനെ വന്നു നോക്കിയാൽ 16 വർഷമൊക്കെ ആ ബീസ്റ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കാണണം. എന്നിരുന്നാലും ശൗശോ ആ ബീസ്റ്റിനെ തലക്കടിച്ചു കൊന്നു. സോളിന് അത് എടുക്കുന്നു. യുഹാവ സോൾ ബോൺ എടുത്തു. അവൻ്റെ ഉള്ളിൽ അത് അബ്സോർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൗണ്ടർ അറ്റാക്ക് പോലെ അതിൻ്റെ ഷാർപ്പായ നെക്കം പോലെ ഉള്ളത് അത് അവൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി പോകുന്നു. അവസാനം അതിനെ മാനേജ് ചെയ്യുന്നു. അങ്ങനെ കയ്യിലൊരു സോൾ ബോണായി. സത്യം പറഞ്ഞ ഈ സീരീസ് വെറും മോശമായിട്ട് വരുന്നത് പോലെ എന്തൊക്കെ തന്നെ സോൾലൻഡ് 1 പോലെ ആകുന്നില്ല. 10,000 വർഷമുള്ള സോൾ റിംഗ് ടാക്സൻ ആദ്യം എടുത്തത് എങ്ങനെയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ സോൾ ബോൺ കിട്ടുന്നതും. ഇതിൽ 10,000 വർഷം എന്ന് പറയുന്നത് 100 വർഷം പ്രായമുള്ളതിൻ്റെ വാല്യൂ പോലും ഇല്ല എന്നതുപോലെ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. അവർ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്കിനി പോകാം, നിങ്ങൾ തന്നെ നോക്കുമെന്ന് മനസ്സിലായി. അവരോട് കെയർഫുൾ ആകാനായിട്ട് പറഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് സ്ട്രക്ക് സ്കൂളിൽ ഈവിൾ സോൾ മാസ്റ്റേഴ്സ് വന്നിട്ട് അവരോട് എന്തിനാണ് പറഞ്ഞതെന്നറിയാലോ, ഫൈറ്റ് കുറേ നേരത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ബോഡി സെറ്റ് അല്ല. കാരണം അവർ ഈവിൾ സോൾ മാസ്റ്റേഴ്സ് അല്ല. വിചാരിച്ചതുപോലെ ജിങ് എന്തൊരു പണി വെച്ചിരുന്നു. ചെറിയൊരു സോൾ ഡിവൈസ് അത് എത്തിച്ചു. എന്നിട്ട് അത് ഷവമയുടെ ചെവിക്കുള്ളിലേക്ക് കടത്തി ഡിസ്റ്റർബ് ആക്കി അവളെ ഉണർത്തി. അവളെ ഇതിനുള്ളിൽ പിടിച്ചു വെച്ചത് തന്നെ അവൾ പുറത്തു പോയാൽ അതൊരു വലിയൊരു ആപത്താണ് വരാൻ പോകുന്നത്. കാരണം മോസ്റ്റ് ഡേഞ്ചറസ് ആയ ഒന്നാണ് ഫോണിസ്. അത് മ്യൂട്ടേറ്റഡ് ആയത് കൂടിയാകുമ്പോൾ പറയണ്ടല്ലോ. അങ്ങനെ സ്ട്രക്ക് സ്കൂളിൽ ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് തുടങ്ങി. അവിടെ മൈക്കിലൂടെ എനിമി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും സേഫായ പ്ലേസിലേക്ക് പോകണം എന്ന് പറയുന്നതും കേൾക്കാം. ഒരുപാട് പേര് രക്ഷപ്പെടാൻ നോക്കുന്നു. അക്കാഡമി പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വിജ്ഞായിട്ട് ഒരുപാട് പേര് നോക്കുന്നു. ഒരു 4 ഗ്രാൻഡ് സോളന്റ് മാസ്റ്റേഴ്സ് പ്ലസ് ഒരുപാട് പേര്
ഇവരുടെ സ്ട്രെങ്ത് വെച്ച് ഇതൊരു ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ആണ്, ഷ്രെക്ക് പൗലിനെ ഉടനെ വിവരം അറിയിക്കണം എന്ന് ഫാനു. അവിടെ ഉള്ളവരെ ഈവിളായിട്ട് മാറുന്നത് പോലെ അവർക്ക് ആ പവേഴ്സ് താങ്ങാൻ കഴിയുന്നില്ല. ഡീൻ വന്ന് നോക്കുമ്പോൾ അവിടെ ഷൗമയിനെ കാണാനില്ല. പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന അവളകട്ടെ വേർത്തണമ തടയാൻ നോക്കി എന്നാ പറ്റിയില്ല. ഒരു കാര്യം മനസ്സിലായി, വലിയൊരു പണി വരുന്നുണ്ട് എന്ന്. അപ്പോഴേക്ക് ഷോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഫാനുവിനോട് ചോദിക്കുന്നു. ജിങ്ങിന്റെ പ്ലാൻ സക്സസ് ആയതുപോലെ മോയിനോട് പറയാൻ വരുമ്പോൾ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇവിടെയാകട്ടെ അവർ കോർ ഭാഗത്തെത്തി. ഇനി കെയർഫുൾ ആകണം എന്നത് പറയുമ്പോഴാണ് ഒരു സൗണ്ട്. നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പിനെ ഫയർ ആട്രിബ്യൂട്ട്സ് ഉള്ള റെഡ് മങ്കീസ് അറ്റാക്ക് ചെയ്യുവാണ്. റെഡ് ഏപ്പ് മങ്കീസ് അങ്ങനെ എന്താണ് പറയുന്നത്, റെഡ് മങ്കീസ് എന്ന് പറയാം. ഇതിന്റെ കുഴപ്പമാണെന്നാൽ ഈ കുരങ്ങന്മാര് പറയണ്ടല്ലോ വളരെ അഗ്രസീവ് ആകും, അതുപോലെ അതെന്താണ് കാണിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അവരുടെ സ്ഥലത്ത് നിന്ന് പെട്ടതാകും എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരുപാടെണ്ണം അങ്ങനെ നിൽക്കുന്ന അതിലെ മെയിൻ റെഡ് മങ്കി അതിലൊരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നേ. അവർ ഷോക്കായി പോയി. എന്നാൽ അപ്പോൾ ഈ ഷൗവിന്റെ സ്കില്ല് വെച്ച് അടിച്ച് തെറിപ്പിച്ചു. അതിന് വേറൊരു ആള് കൊന്നും കളഞ്ഞു. അതോടെ അവിടെയുള്ള മങ്കീസ് എല്ലാം പേടിച്ചോടി. ലീഡറിനെയാണല്ലോ കൊന്നേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വരുമ്പോൾ ആരെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. പിന്നെ ഫെയ്യുൻ ഷൂ ബേട്ടിയാൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്നറിയില്ല, എങ്കിലും നോക്കാം. അവർ സോൾഡറിങ്ങിനാണ് വന്നത്. എന്നാൽ ഇതിന്റെ അറ്റാക്ക് പ്രതീക്ഷിച്ചില്ല. അവർ സോൾഡറിങ്ങിന് വന്നു എന്ന് പറയുമ്പോൾ യുഹാവ് മനസ്സിലാണെങ്കിൽ ഈ ഗ്രൂപ്പ് ക്ലൗഡ് ആൻഡ് സ്നോ രണ്ട് റെയറായ മാർഷൽസോടും വിനിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നു. നോബൽ ഫാമിലി ആകണം ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ 3 കുട്ടികളും എന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്നത്? ഇവിടെ 10,000 വർഷം പ്രായമുള്ള സോൾ ബീസ്റ്റുകൾക്ക് ഉണ്ടല്ലോ, അതിനെ എതിർക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തോളാം, നമ്മളെ ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് വിന്. അപ്പോഴാണ് ഒരു സൗണ്ട്. അതിലൊരു ടെൻഷനായി പോയി. യുഹാവ് 10,000 വർഷ പ്രായമുള്ള 2 സോൾ ബീസ്റ്റുകൾ ഫൈറ്റ് ചെയ്യുന്നതാണ്. അവർ അതിൽ ഇടപെടാതെ പോകാം എന്ന് തീരുമാനിച്ച് പോകുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ടൈമെന്ന് നീ ഒറ്റയ്ക്ക് ആ ഫൈറ്റ് പോയി കാണുക. എനിക്കൊരു ഡൗട്ടുണ്ട്. അവനപ്പോൾ ഞാൻ ഒറ്റയ്ക്കാ, അത് 2 പവർഫുള്ളായ ബീസ്റ്റുകളാണ്, നമ്മളുണ്ടല്ലോ. ആ വാക്കിൽ അവരോട് ഞാൻ എനിക്ക് പറ്റിയ സോഡ് കൊണ്ടുവന്ന് നോക്കാം, നിങ്ങൾ വെക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയാതെ പോയി. അവർ പറയുന്നത് പോലും കേൾക്കാതെ പോയി. അങ്ങനെ അവൻ പോകുമ്പോഴാണ് ഒരുപാട് ബീസ്റ്റുകൾ പേടിച്ചുടന്നത് കാണുന്നേ. അതുകൊണ്ട് അതെന്താണെന്ന് നോക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഡെക്കേഡ് വലിയ സോൾ ബീസ്റ്റ് വരുന്നു. യുഗാവന്റെ അടുത്തെത്തി ബിംബിങ്ങിന്റെ ഔറ സെവലിറ്റ് ചെയ്യും എന്ന് തന്നെ പറയുമ്പോൾ അപ്പോൾ തന്നെ ചെയ്തു. ഫ്രണ്ടിലായിട്ട് സെഞ്ചുറി മില്യൻ സോൾ ബീസ്റ്റിന്റെ ഔറ വന്നതോടെ പേടിച്ച് വേറെ വഴിക്ക് ഓടുന്നു. അപ്പോഴാണ് ആശ്വാസമായത്. ഞാൻ വിചാരിച്ചതല്ല വന്ന്, ഇത് നിനക്ക് സ്യൂട്ടബിൾ ആകില്ല, എന്നിരുന്നാൽ ഇത് എന്ത് കണ്ടിട്ടായിരിക്കും പേടിച്ചോടിക്കണോ? അങ്ങനെ നിൽക്കുകയാണ് അത് വരുന്നത്. അതുകൊണ്ട് അവൻ അതിശയിച്ച് നിൽക്കുവാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.